വരും ദിവസങ്ങളിലേക്ക് ഫോൺ വാങ്ങിക്കാൻ നിൽക്കുന്നവർക്ക് കൂടുതൽ കാശ് കൊടുത്ത് ഫോൺ വാങ്ങേണ്ടി വരും. ലൈക്ക് ഒരു 2 മാസത്തിനുള്ളിലൊക്കെ നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ 500 രൂപ മുതൽ 2000 രൂപ വരെയും, നെക്സ്റ്റ് ഇയറിലേക്കാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഏകദേശം 6000 രൂപ വരെയും ഫോണിന് കോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിന് കുറച്ച് റീസൺസ് ഉണ്ട്. നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഒന്നാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാൻ സ്റ്റോറേജുകളും ഡി റാമിനും ഒക്കെ ഒരുപാടധികം കമ്പോണൻറ്റ് കോസ്റ്റുകൾ കൂടിയിട്ടുണ്ട്. ഈ ഒരു കോസ്റ്റ് എന്തായാലും ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ്ങിനെ അഫക്റ്റ് ചെയ്യും. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ബാൻഡ് വിഡ്ത്ത് മെമ്മറി അല്ലെങ്കിൽ HBM എന്ന് പറയും. ഇതാണ് നമ്മുടെ DDR5 റാം അങ്ങനെയുള്ള മെമ്മറി സ്റ്റോറേജുകൾ വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു റീ അലോക്കേഷൻ നടക്കുന്നുണ്ട്. അതായത് ഇത് റീ അലോക്കേറ്റ് ചെയ്തിട്ട് പുതിയ കറണ്ട് സെർവേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റീ അലോക്കേഷൻ കാരണവും ഇതിന് ഒരുപാടധികം ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. സോ ഓബിയസ്ലി ഇതിൻ്റെ പ്രൈസും ഇൻക്രീസ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനലി നമുക്കുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റുപ്പി വീക്കർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള മിക്ക മാനുഫാക്ചറിങ് യൂണിറ്റ്സും അവരുടെ കമ്പോണൻസ് ഉണ്ടാക്കുന്നതിനുള്ള പ്രൈസും കൂടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്, പ്രൈസ് കൂടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇതൊന്ന് മനസ്സിൽ വെച്ചിരിക്കുന്നതായിരിക്കും. കാര്യം വരും ദിവസങ്ങളിൽ ഫോണിന് വില കൂടും.